സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച അല്പസമയത്തിനകം ഡൽഹിയിൽ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച. ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ചർച്ചയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല. ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ അമിക്കബിളായിട്ട് രണ്ട് കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത്. ഏതെങ്കിലും ഒരു ഇളവല്ല. ഈ ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റവന്യൂ വർദ്ധിക്കണം, കൂടുതൽ വികസനം ഉണ്ടാകണം, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള മൂലധനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള പണം വേണം, അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എത്ര മണിക്ക് ഈ യോഗം ചർച്ചകൾ തുടങ്ങുമെന്നുള്ളതാണ്? എത്രത്തോളം പ്രതീക്ഷയുണ്ട് സംസ്ഥാന സർക്കാരിനെന്നാണ് മന്ത്രി പറഞ്ഞത്? അനുജ, ഇന്ന് 4 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കും. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ധനനയത്തിൽ ഇടപെടാൻ ചില പരിമിതികളുണ്ടെന്ന് കാട്ടിയ സുപ്രീം കോടതി കേരളത്തിന് മുന്നിൽ ചർച്ചകൾക്കുള്ള വഴി തുറക്കുകയായിരുന്നു. ഇതിൽ കേന്ദ്രവും സമ്മതം അറിയിച്ചതിനെ തുടർന്നാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരള ചർച്ചകൾ അതിലേക്ക് കടക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം കേരള ഹൗസിൽ നിന്ന് ഇറങ്ങും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക. ഇത് അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ തുടങ്ങിയവരും അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘമാണ് അദ്ദേഹത്തിനൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അതേസമയത്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല. ചില ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ധനമന്ത്രി ഈ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെയാണ് സംസ്ഥാനം ഈ ഒരു ചർച്ച കാണുന്നത്. കാരണം കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടം അത് ഈ സംസ്ഥാനത്തെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന ആ ഒരു അതിനെതിരെയാണ് കേരളം ഇപ്പോൾ ചർച്ചകളൊക്കെ എത്തിയിരിക്കുന്നത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച കേന്ദ്രത്തിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അത് കേരളത്തിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. എന്തായാലും ചർച്ചയുടെ തീരുമാനങ്ങൾ അത് ഈ വരുന്ന തിങ്കളാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഈ ചർച്ചയുടെ തീരുമാനങ്ങൾ കോടതിയെ അറിയിക്കും. തുടർന്നായിരിക്കും കോടതിയുടെ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാവുക. അനുജ, ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഡൽഹിയിൽ അല്പസമയത്തിനകം നടക്കാനിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിലാണ് കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച. ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം കേരളത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. വളരെ പ്രതീക്ഷയുണ്ട് ഈ ചർച്ചയിൽ എന്നുള്ളതാണ് ധനമന്ത്രി അല്പസമയം മുൻപ് പ്രതികരിച്ചത്.